പീരീഡ് പെയിൻ ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ? ഒരു ചെറിയ ശതമാനം സ്ത്രീകളിലെങ്കിലും പീരീഡ് പെയിൻ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമായി തീരാറുണ്ട്. അതായത് നിങ്ങളുടെ പീരീഡ് പെയിൻ്റെ കാരണം എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കലുകൾക്കും അതുപോലെ തന്നെ ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു അഡീഷനും എല്ലാം കാരണമാകുന്നതുകൊണ്ട് തന്നെ ഇംപ്ലാന്റേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടായാലും എഗ്ഗിന് റിലീസായി ഗർഭപാത്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിത്തീരാറുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ അഡീഷൻസ് നടക്കുന്നത് യൂട്രസും ഓവറിയും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ സംഭവിക്കാറുണ്ട്. മറ്റൊരു കാരണമാണ് ഫൈബ്രോയിഡ്സ് ഉള്ളിലേക്ക് വളരുന്നത്, അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് വളരുന്നതെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അതായത് ഉൾഭിത്തി ഇത്തിരി ഇറഗുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഭ്രൂണത്തിന് പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയില്ല. മറ്റൊരു കാരണമാണ് ഒവേറിയൻ സിസ്റ്റും അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറി ഡിസീസും. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഉണ്ടാകുന്ന എഗ്ഗിന് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു ഓവുലേഷൻ നടക്കുകയും ഓവുലേഷൻ നടന്ന് അതൊരു ഇംപ്ലാന്റേഷനായി ഭ്രൂണം വളർച്ച പ്രാപിച്ചാലും അതിന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്താനുള്ള ചാൻസസും കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള അബോർഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്.